സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽബമിക്ക്. സോ നമ്മൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 4 ആയിട്ടാണ് ഗൈസ്. പാർട്ട് 3 കാണാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ കാണുക. എൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, പോയി കണ്ടാൽ മതി. ഓക്കെ, നമ്മളിന്ന് എന്തൊക്കെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് കൗ ക്രഷർ ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക് കൗ ഫാം നമുക്ക് കുക്ക് ചെയ്ത് തരും. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ അപ്പോൾ അതിനുള്ള റിസോഴ്സ് എല്ലാം ഗ്യാദർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഇതിനകത്തിരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഐറ്റംസ് വേണ്ടത്, അതിനുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാനത് ഉണ്ടാക്കണ എവിടെ എന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഞാൻ എവിടെ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഓഫ് ക്യാമറ ഞാൻ അതിൻ്റെ കൗസിനെല്ലാം കൊണ്ടുവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഇവിടെ ഇപ്പോൾ കുറേ കൗസ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് ചെറു ടോർച്ച് കുത്തി വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഫേസ് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ഗൈസ് ഞാൻ ഓഫ് ക്യാമറ ചത്ത് ഗൈസ്. ഞങ്ങൾ മറ്റേ ഈ ഹോപ്പർ കഴിഞ്ഞ വേണ്ടി ഇച്ചിരൂടെ അയൺ വേണമായിരുന്നു. അതിന് വേണ്ടി കീബോർഡ് മസാജ് കളിച്ചാണ്. അത് വെച്ച് ഞാൻ ലാവയ്ക്കകത്ത് വീണ് പണ്ടാരടങ്ങി ചത്തുപോയി. അപ്പോൾ നമുക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുക്കാം. ഈ 4 ചെസ്റ്റ് പോരട്ടെ, ഹോപ്പർ പോരട്ടെ, അതുകൊണ്ട് ഈ ഒരു ഫർണാസും പോരട്ടെ. ഇത്ര സാധനങ്ങൾ ഇപ്പോഴത്തേക്ക് വേണം. ഞാൻ ട്യൂട്ടോറിയലായിട്ട് ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ 2 ചെസ്റ്റ് വെക്കണം. അതിന് മുമ്പ് ഞാൻ പോയി കിടന്നുറങ്ങിക്കോട്ടെ. രാത്രിയായി. രാത്രിയാകുമ്പോൾ ഇവിടെ സ്കെയറി മോബ്സൊക്കെ ഇറങ്ങും, അതുകൊണ്ടാണ്. ഓക്കെ, കിടന്നുറങ്ങാം ഗൈസ് നൈസായിട്ട്. ഞാൻ ഈ കീബോർഡ് മൗസ് കളിക്കുന്നില്ല, അത് വെച്ച് കളിച്ചിട്ടാണ് ചത്തുപോയത്. അപ്പോൾ നമ്മൾ ഇതേ കളിക്കുന്നില്ല ഇപ്പോഴത്തേക്ക്. കിടന്നുറങ്ങട്ടെ ആദ്യം, എന്നിട്ട് നാളെ നമുക്ക് ഉണ്ടാക്കാം. ഒന്നേരം സ്ലീപ്പ് ആക്കാൻ പറ്റാത്ത സ്ലീപ്പ് ആക്കടാ. ഇപ്പം രാത്രിയാവേ. പാതിരാ. ഇതെന്തോ രാത്രിയായി. കിടന്നുറങ്ങി ചാച്ചണം എനിക്ക്. ചാച്ചി ചാച്ചാൻ പറ്റാത്ത ഇതെന്താന്ന് കിടന്നുറങ്ങി. കിടന്നുറങ്ങട്ടെ. നമ്മളെ ഒരു രാവിലെ ആയിട്ടുണ്ട്. എത്ര മോർണിംഗ് ആയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റാക്കാൻ പോവാം. നമ്മളാദ്യം ഇങ്ങനെ ഒരു ടെസ്റ്റ് വെച്ചില്ലേ, അതിൻ്റെ പിറകിലായിട്ടാണെന്ന് തോന്നുന്നത്. എങ്ങനെയായിരുന്നു? പിറകിൽ ഇതിൻ്റെ പിറകിൽ 2 ഹോപ്പർ വെക്കണം ഇതേ കൂട്ട്. അതിനുശേഷം 2 ഫർണാസ് ഇതേപോലെ വെച്ചിങ്ങനെ അങ്ങ് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ 2 ഹോപ്പർ വീതം ഇങ്ങനെ വെക്കണം. പിന്നെ ഇവിടെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെക്കണം. പിന്നെയും ഇവിടുന്ന് ഇങ്ങോട്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾ അത് നോയ്സാണ്, ശ്രദ്ധിക്കണ്ട ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഹോപ്പർ വെക്കണം. ഇങ്ങനെ ഹോപ്പർ വെച്ചിട്ട് ഇവിടെ 2 ചെസ്റ്റ് വെച്ച് കൊടുക്കണം. 2 അല്ല, 1 വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കോള് വെക്കാനാണ്, ഫ്യൂവലിന് വേണ്ടി. വെക്കടാ ലാഗാവല്ലേ. ഓക്കെ, വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ മണ്ടയ്ക്കോട്ട് കയറാൻ വേണ്ടി ബ്ലോക്ക് വേണം. ബ്ലോക്ക് എടുക്കണം വീട്ടിൽ പോയിട്ട്. ഓക്കെ, ബ്ലോക്ക് എന്ത്. ഓക്കെ, ഇവരൊക്കെ പോരെ. ഇതിന് 53. ഞാൻ ഫുള്ളാക്കി വെച്ചതാണല്ലോ. 53 എന്നിട്ട് എന്തിലാവട്ടെ. ആദ്യം മണ്ടയ്ക്കോട്ട് കയറണം. എടുത്ത് ചടിക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അയ്യോ ഇപ്പോൾ പോയാൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ശ്രദ്ധിക്കണ്ട. ഓക്കെ, അതിനകത്ത് എന്തായാലും ചെയ്യേണ്ടത്. എന്നിട്ട് മനസ്സിലായി. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഗ്ലാസ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഗ്ലാസ് അല്ല, ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കണം. എന്താ സ്റ്റക്കായ. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതാകും പൊട്ടിച്ചളയുക.
ഓക്കെ, അത് പൊട്ടിച്ചളഞ്ഞിട്ടുണ്ട്. ഇനി ഗ്ലാസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഗൈസ്, ഇപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പുറകിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ കൊട്ടി കൊടുക്കണം. ഈ സ്റ്റക്കാവും ഗൈസ്, എനിക്ക് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഇച്ചിരി ഒന്ന് കൂട്ടണം. ഓക്കെ, അവിടെയൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, അതങ്ങനെ മൂടി വെക്കണം. അതിന് ശേഷം നമ്മൾ മണ്ടക്കോട്ട് ഒരു പില്ലറ്, അതിന് ശേഷം നമ്മൾ ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വെച്ചെടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുക. ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്ലാബ് എടുത്ത് ഇങ്ങനെ വെക്കണം. ഇതേക്കോട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു ജസ്റ്റ് ഉറക്കാൻ വേണ്ടി കേട്ടോ. അതിനുശേഷം നമുക്കിനി ഒരു പില്ലർ കൂടെ പോകണം. ഒരു ബ്ലോക്ക് കൂടെ ഇങ്ങനെ 2 ബ്ലോക്ക് കൂടെ പോകണം ഗൈസ്. ഓക്കെ, ഇതേക്കോട്ട് 2 ബ്ലോക്ക് കൂടെ, 1 ബ്ലോക്ക് കൂടെ പോകണം ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ശ്രദ്ധിക്കണ്ട, അവിടെ വീട് പണിയൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഇവിടെ ഒരു 2 സ്ലാബ് കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഫാർമിൻ്റെ പകുതി പണി വർക്കായി. ഇനി അവറ്റകളെ ഇതിനകത്ത് കൊണ്ടിടുന്നതാണ് പണി. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടണം അവന്മാരെ. ഓക്കെ, നമുക്ക് ഈ പില്ലർ പൊട്ടിച്ചിട്ട് താഴെ പോവാം. താഴെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ഫാർമും കാര്യങ്ങളൊക്കെ. ഇതിനകത്താണ് അവന്മാർ ഇനി നിൽക്കാൻ പോകുന്നത്. നിൽക്കണമെങ്കിൽ ഇനി നമ്മൾ വീട്ടിൽ കൊണ്ട് അവന്മാരെ 2 എണ്ണത്തിനെ വിളിച്ചോണ്ട് വരണം. വാ 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 വാ, കയറിയോ എൻ്റെ കൂടെ 2 എണ്ണം വാ. അവന്മാരിനി കയറ്റുണ്ടോ മണ്ടക്കോട്ട് ഗൈസ്. അപ്പം അങ്ങോട്ട് കയറണമെങ്കിൽ ഇനി കുറച്ച് പണിയാവുമല്ലോ. ഗൈസ്, അപ്പം നമ്മുടെ ഫാർമും കാര്യങ്ങൾ വർക്കിംഗ് ആണ്. പക്ഷേ ഇവന്മാർ 24 എണ്ണം ഒപ്പിക്കണം. അതാണ് ഭയങ്കര പാടാണ് ഗൈസ്. പാടാണ്. അത് വരുന്ന എപ്പിസോഡിലേക്ക് വർക്കിംഗ് ആകും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രതീക്ഷിക്കാമെന്നേ പറയത്തുള്ളൂ ഞാൻ. ഇത് ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറേ ഉണ്ടാവും. അത് ഈ വീടുകാർ വരുന്നതാണ് ഗൈസ്. ഈ പുതിയ വീട്ടിൽ എൻ്റെ അടുത്തുള്ള അത് വരുന്നതാണ് അവർ. ഓക്കെ, ഇവരിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഫീഡ് ചെയ്ത് വരട്ടെ. നീ എന്താ ഫീഡാവാത്തെ? നീ എന്താണ് പാടാവാത്തെ? ഫീഡായി. ഓക്കെ, ഇനി ഇവിടെ ഇതാരാണ് മോനെ ഇത്? ഇനി ഇതാണ് നമ്മൾ ലെതർ ഫാമും. അതുകൊണ്ട് തന്നെ അതും ഏതത് മറന്നുപോയത്. പക്ഷെ ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് ഇതേ കൂട്ടി പിഗ് ഫാം ഉണ്ടാക്കണം. ഞാൻ എൻ്റെ ലീഡ് ഒന്ന് കളക്ട് ചെയ്തു. ലീഡൊക്കെ പോയോ? ഡീസ്പോണെ പോയോ? ലീഡ് പോയടാ. എൻ്റെ ലീഡൊക്കെ പോയി. നീ അവന്മാർ തല്ലിക്കൊല്ലാം. നീ അത് സംഭവിക്കത്തുള്ളൂ. പാടാ. അയ്യോ തുപ്പരുത്. തുപ്പോടാ നീ. എന്നെ തുപ്പോടാ നീ. എന്നെ തുപ്പോടാ നീ. എന്നെ തുപ്പോന്ന് പോലും. എന്നെ തുപ്പോ നീ? ഞാൻ ആരാ നിനക്ക് അറിയത്തില്ല. അറിയത്തേ ഉള്ളൂ. അവനൊരു വാണ്ടറിങ് ട്രേഡറും ഉണ്ട്. നമുക്ക് അപ്പുറത്ത് പോയി നമ്മുടെ വീറ്റും കാര്യങ്ങളൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവിടെ വീറ്റും കാര്യം കളക്ട് ചെയ്യാം. നമ്മുടെ സീഡൊക്കെ കാര്യങ്ങളൊക്കെ താഴെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ നട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. പതിയെ നിറച്ച് വരാം ഗൈസ്. ഞാൻ നിറച്ച് വരുന്നേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങളൊക്കെ വീട് ഇവിടെയോ? ഞാൻ എന്നെ പറയുന്നേ, ഞാൻ എന്താണെന്ന് പറയണ ഗൈസ്.
ശിവനെ നിനക്കറിയാം, മിസ്റ്റർ MC ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനാണ്. കണ്ട പരിചയത്തില്ല പക്ഷെ അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അവൻ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഈ വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ അവന് ഞാൻ എൻ്റെ ശരിക്കലല്ല കൂട്ടുകാരനാണ് ഞാൻ പറയത്തുള്ളൂ. അവൻ എൻ്റെ കൂട്ടുകാരൻ നല്ല സ്വീറ്റ് കൂട്ടുകാരൻ. നമ്മളെ ഈ വീട്ടിൽ എന്തിനാ ഇപ്പോൾ കളക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവന്മാരെ ബ്രീഡ് ചെയ്യാൻ മാത്രമാണ്. നമ്മൾ കഴിക്കാനൊന്നും വേണ്ട. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട കേട്ടോ. കഴിക്കാൻ അയ്യോ ഫീഡ് ഇവന്മാരെ ഇങ്ങനെ ഫീഡ് ചെയ്തോണ്ടേ ഇരിക്കണം. ഇപ്പോഴെ തന്നെ നമുക്ക് കോളും വെച്ച് കൊടുക്കണം. ഓക്കെ അപ്പോൾ നമുക്ക് കോഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളെ ബാക്കിയൊന്നും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം. ഇനി പിഗ് ഫാം ഉണ്ടാക്കാൻ നേരത്തെ ആവശ്യം വരുമായിരിക്കും. ഓക്കെ ഇതെല്ലാം എടുത്ത് വെച്ചേക്കാം. ഇനി പിഗ് ഫാം കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. പോർക്കച്ചോപ്പ് ഫാമും കൂടെ അടുത്ത എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് കോളും കൂടെ എടുത്ത് വെച്ച് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെയാണ് കോള്. ഞാൻ മൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ കോള് കിട്ടിയായിരുന്നു എനിക്ക്. ഈ ചെസ്റ്റിൽ കാണണം. ചെസ്റ്റിലും ഇല്ല കേട്ടോ. ഇപ്പം മറ്റേ നമ്മുടെ തന്നെ മറ്റേ ഫർണസിന് കുക്ക് ചെയ്യാൻ ഞാൻ ഗ്ലാസ് കുക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. ഒരു സ്റ്റാക്കായിരുന്നു ആവശ്യം. പക്ഷേ ഈ പാന യൂട്യൂബുകാർ ചെതിച്ച് കേസ് കോളന്നിന് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളിൽ എടുക്കുന്നത് നമുക്ക് ഹാഫായിട്ട് രണ്ടെണ്ണത്തിനും കൊടുക്കാൻ വേണ്ടിയായിട്ട് ഇച്ചിരി എല്ലാത്തിനും ഇച്ചിരി. ഓക്കെ നമ്മുടെ ലോഡിങ് സെറ്റപ്പിനകത്ത് വെക്കാം. ഇത്രയൊന്നും വേണ്ട. നമുക്ക് വേണ്ട. ഇനി നമുക്ക് വേണ്ടായോ? നമുക്ക് വേണ്ട. നമ്മൾ ദാരിദ്ര്യം പിടിച്ച് ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് 30 എണ്ണം, അവർക്ക് ഇത്ര എണ്ണം മതി. നിനക്കെന്താ ഇവിടെ കാര്യം? എനിക്ക് കള്ളപ്പന്നി ഇങ്ങനെ ഇവിടെ കാര്യം നിനക്കെന്നാണ് ഇവിടെ കാര്യം? ഇവിടെ വന്നു തുടങ്ങിയ എൻ്റെ മോനെ. എൻ്റെ ഫാർമും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണല്ലേ ഗൈസ്. അപ്പോൾ വർക്കിങ്ങിലാണ്. അതോ ഞാൻ വെച്ചിട്ടാണോ? അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഞാനെങ്ങനെ അപ്പോൾ ഫാർമിങ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഗൈസ്. ഞാൻ കുറേ AFK നിന്ന് നോക്കാം, അന്നേരം കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് എടുക്കാം. എൻ്റെ സ്കിന്ന് കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടുന്നില്ല ഗൈസ്. എൻ്റെ ഫോണൊന്ന് എക്സ്ചേഞ്ച് ആയിപ്പോൾ എൻ്റെ സ്കിന്ന് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ പഴയ ഫോണിൽ ഞാൻ വേൾഡ് എക്സ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ പ്രസ് ചെയ്യാൻ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.